നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് 50 ലിറ്റർ ക്രോമേര ഒരു എയർ കൂളറാണ്. ഇത് ഞാൻ ഒരു 1.5 കൊല്ലത്തോളം ആയി മേടിച്ചിട്ട്. പക്ഷേ ഞാൻ അന്ന് വീഡിയോ ഇത് ഓപ്പണിങ് ചെയ്ത് ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് 50 ലിറ്റർ ടവർ എയർ കൂളറാണ്. ഹൈറ്റ് കൂടുതലായിരിക്കും. വിത്ത് ഇൻവെർട്ടർ കമ്പാറ്റബിൾ ആണ്. ഐസ് ചേമ്പർ എല്ലാം വരുന്നുണ്ട്. ഒരു വൈറ്റ് ഗ്രേ മോഡലാണ് വരുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് ഹൈറ്റ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ കട്ടിൽ നിങ്ങളെ നേരെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. മറ്റേ ഒരു ബോക്സ് ടൈപ്പ് വരുന്നുണ്ട്. അത് നമ്മൾ സ്റ്റാൻഡൊക്കെ വെക്കണം. ഇതിൽ സ്റ്റാൻഡൊന്നും നമ്മൾ വെക്കേണ്ട. ഇത് ഓൾറെഡി ഇതിൽ ടയറൊക്കെ വരുന്നുണ്ട്. സൈഡിൽ കൂടെ വെള്ളമൊക്കെ ഒഴിക്കാൻ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്രോമേര നമ്മൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇത് 2 കൊല്ലം 1 കൊല്ലം അങ്ങോട്ട് വാറൻറ്റി ഉണ്ട്. റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് വരുന്നത്. കേടായി കഴിഞ്ഞാൽ 1 കൊല്ലത്തിന്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സിപ്പ് കെയർ എന്ന് പറഞ്ഞ ഒരു ഓഫറും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 50 ലിറ്ററാണ്. ഇതിൻ്റെ എയർ ത്രോ എന്ന് പറയുന്നത് 2000 സ്ക്വയർ ഫീറ്റോളം ഇത് എയർ ത്രോ ചെയ്യും. പിന്നെ ഇതിൻ്റെ എയർ ഫ്ലോ 971.15 ക്യൂബിക് ഫീറ്റ് പെർ മിനിറ്റാണ് ഇതിൻ്റെ എയർ ഫ്ലോ വരുന്നത്. എന്ന് വെച്ചാൽ എയർ വെളിയിലോട്ട് തള്ളുന്ന ഫീറ്റാണ് മിനിറ്റിൽ. സ്ക്വയർ ഫീറ്റ് ഇത് 200 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമിലത്തേക്ക് കറക്റ്റാണ്. പിന്നെ 28 ഫീറ്റ് വരെ ഇതിൻ്റെ എയർ ത്രോ ആണ് വരുന്നത്. പവർ കൺസപ്ഷൻ 160 വാട്ടിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ആ ബാക്ക് സൈഡൊക്കെ കൂളിംഗ് പാഡ് ഹണിക്കോംബ് ടൈപ്പാണ് വരുന്നത്. 4 കാസ്റ്റർ വീലുണ്ട്. ഡസ്റ്റ് പിന്നെ മോസ്കിറ്റോ നെറ്റ് ഫിൽറ്റർ എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പോൾ ബാക്ക് സൈഡ് നിങ്ങൾ കാണുന്ന ഹണിക്കോംബിൻ്റെ ഇതാണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു നെറ്റും ഉണ്ട്. കൊതുകുകളും മറ്റേ ജീവികൾ ഇതിനകത്ത് പോകാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ നല്ല നീളത്തിന് ചെയ്തിട്ടുണ്ട്. ഹണിക്കോംബ് തന്നെ വുഡിൻ്റെ ഇതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓയിലാണ് ഐസ് ചേമ്പർ വരുന്നത്. സൈഡിൽ കൂടെ അതിൻ്റെ വാട്ടർ ഇൻലെറ്റ് വരും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതിപ്പോൾ ഓപ്പൺ ചെയ്തില്ല ഞാൻ. ഇതിപ്പോൾ കവർ കീറി എടുത്ത് ഓപ്പൺ ചെയ്യണം. ഇതിലെ കൂടെ വെള്ളം ഒഴിച്ച് അകത്തേക്ക് എടുക്കാം. നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ക്വാളിറ്റിക്കും ടാറ്റയുടേതായതുകൊണ്ട് ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. അങ്ങനെ ബിൽറ്റ് ക്വാളിറ്റിക്ക് മോശമൊന്നുമില്ല. സാധനം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടാറ്റയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നല്ലതാണ്. പിന്നെ നോർമൽ കൂളറിൻ്റെ പോലെ തന്നെ ഇതിന് 2 സ്വിച്ച് വരുന്നുണ്ട്. ഒന്ന് സ്വിങ്ങിൻ്റെ സ്വിച്ചും പിന്നെ ഒന്ന് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുന്ന സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം. ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ എന്ന് വെച്ചാൽ ടയർ ഉരുട്ടി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. പിന്നെ വെള്ളം എത്ര ഉണ്ടെന്നൊക്കെ താഴെ നമുക്ക് കാണാൻ പറ്റും. എത്ര ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളുന്നുണ്ടെന്ന്. 50 ലിറ്റർ കൊള്ളുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കൊള്ളുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. കണ്ടിട്ട് 50 കൊള്ളില്ലെന്ന് തോന്നുന്നു ഇതിൽ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ കേബിളിൻ്റെ ലെന്ത് ഒത്തിരി കുറവാണ്. ലോങ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് കേബിൾ വലിക്കാൻ പറ്റത്തില്ല. ലെന്ത് കേബിളിന് എനിക്ക് തോന്നുന്ന ഒരു 2 മീറ്റർ എങ്ങാണ്ടേ വരത്തുള്ളൂ. എന്നാലും നമ്മൾ ഇത്തിരി ദൂരോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടണമെങ്കിൽ മാറ്റണമെങ്കിൽ ഇതിൻ്റെ കേബിളിലെ ലെന്ത് അത്ര പോരാ. കുറച്ചുകൂടെ ലെന്ത് വേണമായിരുന്നു. ടവർ കൂളറായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണമുണ്ട്. അതിൻ്റെ ഒരു ഇത് വേണമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഉള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനിപ്പോൾ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. പക്ഷേ ഫാൻ കൊള്ളാൻ നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.